ക്ലാസ്സിലെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാവും. സോ എല്ലാവരും നല്ല റിസൾട്ട് ഒക്കെ നേടിയ സന്തോഷത്തിലായിരിക്കും. നിങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ്. സോ ഇനി എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു അതായത് 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നവർക്ക് ഇനി 11th 12th സയൻസ് അങ്ങനെ സ്കൂളിന്റെ കൂടെ പഠിച്ചു പോയി അതിനുശേഷം കരിയർ ഏത് രീതി ഷേപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു തോട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെ, എക്സാക്ട്ലി. അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യണം, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത്. സോ എനിവേ 11th പോകുന്ന കുട്ടികൾ, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾക്ക് 2 ഓപ്ഷൻ ആണ് അവർ മോസ്റ്റ് പ്രോബബ്ലി ആലോചിക്കുക. അതെ, ഒന്ന് അത് MBBS എന്നൊരു സ്വപ്നമായിരിക്കും. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വലിയൊരു സാധ്യതയുള്ള ലോകം. അതെ, അപ്പൊ 2 രീതിയിൽ ഇതിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ 10ാം ക്ലാസ് വരെ നമ്മൾ ബോർഡ് എക്സാമിനേഷൻ എഴുതുന്നു, 11th 12th ബോർഡ് എക്സാമിനേഷൻ എഴുതുമ്പോഴും നമുക്ക് ഈ MBBSയിലേക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലേക്കോ പോകണമെങ്കിൽ നോർമൽ ബോർഡ് എക്സാമിന്റെ മാർക്ക് പോരാ. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത്രയും കുട്ടികൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അതാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട്, ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീറ്റ് മാത്രമേ ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ നോർമലി ഇപ്പൊ ഒരു ഫുൾ A1 CBSEക്ക് കിട്ടുക അല്ലെങ്കിൽ ഫുൾ A+ സ്റ്റേറ്റിന് കിട്ടുക, അത് എല്ലാവർക്കും കിട്ടുക, നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മള് ഞാനും സാറും കൂടി AD സാറും കൂടി എക്സാം എഴുതാണെങ്കിൽ സാറിന് മറികടന്ന് ഞാൻ ഒന്നാമത് എത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് വരും. +2 റിസൾട്ട് ഒക്കെ വന്ന് നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ +2 ഇപ്പൊ 1200 നേടിയ തന്നെ ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലുണ്ട്. സോ എയിംസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ IITയിലേക്ക് അഡ്മിഷൻ ചെയ്യുമ്പോഴേക്ക് ഒരിക്കലും +2 മാർക്കിന്റെ ബേസിലായിരിക്കില്ല അവിടെ അഡ്മിഷൻ നടക്കുക. എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ നിങ്ങള് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ സയൻസിൽ തന്നെ കരിയർ ബിൽഡ് ചെയ്യുന്നവർക്ക് എപ്പോഴും വരാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പ +2 ശേഷം ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ +2 കഴിഞ്ഞ ഉടനെ നമ്മുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എവിടെയും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. വി നീഡ് ടു ഫേസ് ദി എൻട്രൻസ് എക്സാം. സോ ഇനി നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതെ, അതായത് ഇപ്പം എപ്പോഴും MBBS എന്നോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ എവിടെ പഠിക്കണം എന്നുള്ളത് ഒരു വളരെ കൺഫ്യൂഷൻ ആണ്. അതായത് നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത്, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അതിൽ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. മെഡിക്കൽ കോളേജസിൽ എനിക്കൊന്ന് കുട്ടികൾ എല്ലാവരും എയിംസ് ഡൽഹി എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേര് തന്നെ. നമ്മുടെ ചാനലിൽ തന്നെ സൈലത്തിന്റെ തന്നെ ഒരുപാട് കുട്ടികൾ എയിംസിലേക്ക് എത്തി നമ്മൾ എന്നും കുട്ടികളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാറുള്ളതാണ്. അതേപോലെ ജിപ്മർ. അതെ, ജിപ്മർ, എയിംസ്, ജിപ്മർ. അപ്പൊ നമ്മുടെ അഭിഷേക് ഗ്രൂപ്പിന്റെ കഥ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജിപ്മറിൽ പഠിക്കുകയാണ്. സോ എയിംസ്, ജിപ്മർ തുടങ്ങി ഒരുപാട് കോളേജുകൾ ഉണ്ട്. ഇതിൽ ഏറ്റവും റാങ്കിന്റെ അടിസ്ഥാനത്തിലുള്ള മെഡിക്കൽ കോളേജസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേപോലെയാണ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് വരുമ്പോഴും. അപ്പൊ ഇത് കാണുന്നത് എയിംസ് ഡൽഹിയുടെ പിക്ചർ ആണ്. ക്യാമ്പസുകള് അതിമനോഹരമായിരിക്കുന്ന ക്യാമ്പസ്. കാരണം ഇവർ ഇതുവരെ ഒരു സ്കൂളിന്റെ ക്യാമ്പസ് മാത്രം കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ്. വിശാലമായിട്ടുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ക്യാമ്പസുകളാണ് നിങ്ങളെ ഈ ഒരു +1 +2 ശേഷം വെയിറ്റ് ചെയ്യുന്നത്. അതെ, നമ്മൾ അവിടെ എത്തിച്ചേർന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എപ്പോഴും ക്യാമ്പസ് ലൈഫ് ഭയങ്കരമായിട്ടുണ്ടാവും. അതേപോലെ നിങ്ങളുടെ കണക്ഷൻസ്, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതെ, കാരണം ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതെ, ഇത് സം ഓഫ് ദി എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് പോകുന്ന സയന്റിസ്റ്റ് ഒക്കെ ആകാൻ, സ്പേസ് ടെക്നോളജിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ IISc ബാംഗ്ലൂർ, IIST ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ഐസർ, ഭോപ്പാല്, പൂനെ, കൊൽക്കത്ത അവരൊക്കെ ഉണ്ട്. അതെ, ഇത് IIT മദ്രാസ് ആണ്, NIT ട്രിച്ചി, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവിടെ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ എഴുതണം. എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ നല്ലൊരു സ്കോറിൽ എത്തിയാൽ മാത്രമാണ് ഇത്തരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിൽ തന്നെ ഇപ്പം നമ്മൾ IITയിലേക്ക് എത്തണമെങ്കിൽ JEE മെയിനും JEE അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ 2 കടമ്പകളുണ്ട്. നോർമലി എൻട്രൻസിന് ഒരു പരീക്ഷകളാണ് ഉണ്ടാവുന്നത്. പക്ഷെ IITയിൽ എത്തുമ്പോഴേക്ക് 2 എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ ആവും, അയ്യോ ഇതിലൊക്കെ നമുക്ക് എത്തുമോ വേണ്ട. ഞാൻ ചിലരുടെ മൈൻഡ് എന്താന്ന് പറഞ്ഞാല് +1 +2 ഒക്കെ കഴിയട്ടെ, എന്നിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാം എന്ന ചിന്തയുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നത് 11th 12th കൂടെ ഓൺഗോയിങ് ആയിട്ട് നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും. കാരണം വൈ യു നീഡ് ടു വേസ്റ്റ് ഓർ അല്ലെങ്കിൽ ഒരു വർഷം കൂടി വേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വർഷം കൂടി നമ്മൾ അതിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഒരു വർഷം നേരത്തെ നിങ്ങൾക്ക് ആ കോളേജിൽ എത്താൻ പറ്റും, ഒരു വർഷം നേരത്തെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു +1 +2 കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ചില എൻട്രൻസ് എക്സാമിനേഷനിൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. നമുക്ക് എഴുതാൻ പറ്റുന്ന അറ്റംപ്റ്റ്സ് ഇപ്പൊ IITയിൽ എത്തണമെങ്കിൽ 2 തവണ മാത്രമേ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഏത് കോളേജിൽ എത്തണം എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്യണം. അതിനെയൊക്കെ നമുക്ക് ഇപ്പൊ സൈലത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. സോ എന്തായാലും
ഇനി ഇതില് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ. ഇപ്പം നിങ്ങൾക്ക് സൈലം ഫാക്കൽറ്റീസിന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്കൽറ്റീസ് എല്ലാം. ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി പൂൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ട് സൈലം ഒരുക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് സൈലത്തിന്റെ ഏറ്റവും വലിയ ഓഫർ. ഇന്ത്യസ് ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് എൻട്രൻസ് ഫീൽഡിൽ, അതായത് എൻട്രൻസ് എഴുതി എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് നല്ല റാങ്കിങ് വാങ്ങി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടി സൈലത്തിന്റെ ഭാഗത്ത് നിന്ന് എത്തുന്നത്. അപ്പൊ അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. എസ്പെഷ്യലി ഇപ്പം ഡോക്ടേഴ്സ് ആയിരിക്കുന്നവരുണ്ട് സൈലത്തില്, എഞ്ചിനീയേഴ്സ് ആയിരിക്കും, ഒരുപാട് എഞ്ചിനീയേഴ്സ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. IITians ഉണ്ട്, NITians ഉണ്ട്, മികച്ച കോളേജുകളിൽ നിന്ന് വന്ന ടീച്ചേഴ്സ് ഉണ്ട്. 10-30 വർഷത്തിലധികം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് സൈലത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ടീച്ചേഴ്സിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. നിങ്ങൾ ഇതുവരെ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് സൈലം ഏത് രീതിയിലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അതേ രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും. അത് മാത്രമല്ല ഇവർക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. കാരണം നമ്മുടെ ക്ലാസ്സുകള് ഇവർക്കറിയാം, ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ്. ലൈവ് ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യാനായിട്ട് റെക്കോർഡ് ക്ലാസ് അതിന്റെ വീഡിയോ ലൈബ്രറി നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇത് കൂടാതെ ഓരോ ബാച്ചുകാർക്ക് ഇപ്പൊ മെന്റർഷിപ്പ്, പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. എനിക്കൊന്ന് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ചെയ്തത് തന്നെ സൈലം ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങൾ സംസാരിക്കാനും അത് പാരന്റ്സിനെ ഇൻഫോം ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണ്. സോ വി നീഡ് എ കണക്ഷൻ. അത് നമ്മുടെ മെന്റർഷിപ്പിലൂടെ സാധ്യമാവും. അതേപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളുടെ ഡൗട്ട്സ് ആ സമയം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ആപ്പിലുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ബോർഡ് എക്സാം എഴുതിയത് കൊണ്ട് ഇവർക്ക് എസ്പെഷ്യലി അറിയാം. PYQs എല്ലാം നോക്കിയാണ് ഇവർ എക്സാമിന് പോയത്. അതേപോലെ തന്നെയാണ് എൻട്രൻസിലേക്ക് വരുമ്പോഴും PYQ വളരെ പ്രധാനമാണ്. അപ്പൊ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണേണ്ടതുണ്ട്. ഒന്ന് നമ്മളത് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. റെക്കോർഡഡ് ക്ലാസ്സസിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതല്ലാതെ നമുക്ക് PYQ ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ്, എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. മോഡൽ ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ടൈം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ അക്യുറസി കൂട്ടാനും ഒക്കെ സാധിക്കും. റെഗുലർ ആയിട്ടുള്ള എക്സാമുകൾ എഴുതാം. എക്സാം എഴുതുമ്പോൾ ആദ്യമേ ഫുൾ മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ചിലപ്പോ നമുക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോവുക ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്യാം. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എൻട്രൻസിലേക്ക് വരുന്ന പ്രധാന ഹൈലൈറ്റ് ഒന്ന് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ടാവണം, ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് ആണ് ഇവരെ കാത്തിരിക്കുന്നത്, മെറ്റീരിയൽസ്, ടെസ്റ്റ് സീരീസ്. ആ ടെസ്റ്റ് സീരീസിൽ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമുക്ക് സൈലം സ്റ്റുഡൻസിന് മാത്രമുള്ള പ്രത്യേകത, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. അപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളുടെ പൊസിഷൻ, കാരണം നമ്മള് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫിസിക്സ് വാലയുമായിട്ടാണ്. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഫിസിക്സ് വാലയുടെ സെന്ററുകളുണ്ട്. അവിടെ പഠിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരമാണ് സൈലത്തിന്റെ കൂടെ നിങ്ങൾ ഈ ഒരു കോച്ചിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നത്. എക്സാക്ട്. അപ്പൊ നമ്മുടെ നിലവാരം എങ്ങനെയാണ്, ഓൾ ഇന്ത്യയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുമ്പോൾ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് അപ്പൊ ഗ്രാജുവലി അത് അനലൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാനുള്ള സ്കോപ്പ് സൈലം ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള എക്സാമുകൾ, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകൾ, നോ യുവർ പൊസിഷൻ, പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ആൻഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആൻഡ് ബെസ്റ്റ് ടീച്ചേഴ്സ്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ക്ലാസ്സിലൂടെ ഡ്രീം ആയിട്ടുള്ള ആ റാങ്ക് നേടിയെടുക്കാൻ തന്നെ പറ്റും. സോ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അതേപോലെ റിവൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ടെസ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഫോൾട്ട് എവിടെയാണ്. ആ ഫോൾട്ടുകൾ ക്ലിയർ ചെയ്ത് പോകാം. ആ ടെസ്റ്റിൽ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാം നമ്മള് എപ്പോഴും കുട്ടികൾ ഞാൻ മൊത്തം പഠിച്ചിട്ടേ ടെസ്റ്റ് എഴുതുന്നത് ചിലപ്പോൾ വാശി പിടിക്കും. അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ കുറെ കാര്യങ്ങൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കും. ആൻഡ് ഇൻ കേസ് നമ്മൾ റിവൈസ് ചെയ്തിട്ട് തന്നെ എക്സാം എഴുതണം. ബട്ട് ഇൻ കേസ് ഇല്ലെങ്കിൽ എക്സാം സ്കിപ്പ് ചെയ്യരുത്. നെവർ സ്കിപ്പ് യുവർ എക്സാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. ലേൺ, പ്രാക്ടീസ്, റിവൈസ് ആൻഡ് എക്സാം. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. അതെ, അങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് വരാൻ വേണ്ടി കഴിയുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സൈലത്തിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത്രയും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചു വന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള അത്രയും നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ടീച്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. എക്സാക്ട്ലി. അതുകൊണ്ടാണ് എയിംസ്, IIT, ആംബിയൻസ് ടീച്ചേഴ്സ് എന്നും ഈ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഈ ക്യാമ്പസുകളിൽ നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സിൽ തന്നെ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, ഈ ആംബിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം.
അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് 24/7 നിങ്ങളുടെ സംശയങ്ങൾ അപ്പോൾ ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതേ എല്ലാ കാര്യങ്ങളും സൈലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെ, അതായത് ഡൗട്ട് ക്ലിയറൻസ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ആപ്പിൽ ക്ലാസ്സുകൾ കാണുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോൺസെപ്റ്റിൽ ഡൗട്ട് വന്നു, ഒരു പോയിന്റിൽ ഡൗട്ട് വന്നു, നിങ്ങൾക്ക് ആ സമയം പറഞ്ഞ് ആ ഭാഗം മനസ്സിലായില്ല, അതിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് പറയാം. അത് സോൾവ് ചെയ്യാൻ തന്നെ നമുക്കൊരു സബ്ജക്ട് എക്സ്പേർട്ട് വിങ് ആണ് സൈലത്തിലുള്ളത്. അപ്പൊ അവരടുത്ത 24 അല്ലെങ്കിൽ അടുത്ത 1 to 24 to 48 hours നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. സോ ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ പോസിബിൾ ആവും. ഇവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നിട്ട് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ പഠിക്കാൻ പറ്റും. ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പണ്ടൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോ പഠിക്കുമ്പോൾ ഒരു ഡൗട്ട് വന്നെങ്കിൽ നാളെ ചോദിക്കണം എന്ന് വിചാരിക്കുമ്പോൾ മറന്നുപോകും. പിന്നെ പലരും ഇപ്പൊ ഹോളിഡേ ഒക്കെ ട്യൂഷന് പോകുന്ന ആൾക്കാരാണ് ഒരാഴ്ച കാത്തിരിക്കണം അടുത്ത ദിവസം ടീച്ചറോട് ഡൗട്ട് ചോദിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. നമ്മൾ കാണുന്നു ഡൗട്ട് വരുന്നത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ മെന്റർഷിപ്പ് ഓൾറെഡി മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടെങ്കിലും ഇതൊരു ചെയിൻ പ്രോസസ് ആണ്. ഫ്രം ദ ഡയറക്ടേഴ്സ് ടു ടീച്ചേഴ്സ് ടു മെന്റേഴ്സ് ടു യു ആൻഡ് വിത്ത് യുവർ പാരന്റ്സ്. അങ്ങനെയുള്ള ഒരു ചെയിൻ പ്രോസസ്. എക്സാക്ട്ലി. അപ്പൊ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കാം. പിന്നെ നമ്മൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അസസ് ചെയ്യും, അത് നിങ്ങളെ അറിയിക്കും, നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് അറിയിക്കും, നിങ്ങളുടെ മാർക്സ്, അതിന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. എപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളോടായിരിക്കണം ഇനീഷ്യലി. കാരണം ഞാൻ എന്നെ എന്നും ബെറ്റർ ആക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ ഇന്നലെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യണം, നാളെ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യണം. നിങ്ങൾ പോളിഷ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റുക. അതിന് വേണ്ടിയുള്ള ബെസ്റ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പൊ ഇവർ ഇതൊക്കെ കേൾക്കുമ്പോ അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാണ് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിൽ ടൈറ്റ് ആവൂലേ, എനിക്ക് വയ്യ, ഇനി ഇത്രയും സമയം ക്ലാസ്സിൽ ഇരിക്കാൻ, ഓൾറെഡി സ്കൂളിൽ പോകണം, പോയി വന്ന് ചെയ്യണം എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ അക്കാഡമിക് പ്ലാനിലൂടെ നോക്കാം. അതായത് കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് സൈലം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അതായത് നമ്മളിപ്പോ മെയില് നമ്മളിപ്പോ ഓൾറെഡി ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡ്രീം ലാബ് എന്നാ നമ്മൾ പറയാ. ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മെയിൽ നടക്കും. കാരണം ബേസിക്സ് സ്ട്രോങ് ആയാൽ മാത്രം, ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇപ്പൊ 10th കഴിഞ്ഞ് 11th വരുന്നവർക്ക് ഒരു ട്രാൻസിഷൻ, ഒരു ബ്രിഡ്ജ് കോഴ്സ് നിർബന്ധമാണ്. കാരണം ആ ട്രാൻസിഷനിൽ പെട്ടെന്ന് നമ്മളൊരു ഹൈ ലെവലിലേക്ക് എത്തുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതൊന്നും തോന്നാത്ത രീതിയിൽ ഒരു വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ട്രാൻസിഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ജൂൺ മാസത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നീറ്റ്, അതായത് MBBS പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നീറ്റ് കോംബോയും, എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് JEE കോംബോ ആണ് എടുക്കേണ്ടത്. അപ്പൊ നീറ്റിൽ നമുക്ക് PCB കോമ്പിനേഷൻ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. JEE-ലാണെങ്കിൽ PCM ആണ് കോമ്പിനേഷൻ. കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടി വരിക. അപ്പൊ ഇങ്ങനെ ഒരു മാസത്തിൽ എത്രമാത്രം ചാപ്റ്റേഴ്സ് പഠിക്കുന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ കാണാൻ പറ്റുക. അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും 2 ചാപ്റ്ററുകളാണ് നിങ്ങൾ ഒരു മാസം പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ കൂളായിട്ട്, ചില്ലായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. മാത്രമല്ല ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഈസി ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഒക്കെ കുറെ ബേസിക്സ് ഒക്കെ അറിയാവുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. മാത്സിലെ സെറ്റ്സ് ഒക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മാത്സ് ആണ്. AD സാർ മാത്സിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ എല്ലാം വളരെ സിമ്പിൾ ആണ്. ബയോളജിയില് ഇപ്പം നീറ്റുകാർക്കാണെങ്കിൽ ബയോളജി വരും, JEE-കാർക്ക് ആ സമയത്ത് മാത്സ് ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ 2 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഒരു മാസത്തിൽ പഠിക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മുടെ പ്ലാനുകൾ പോകും അടുത്ത മാസങ്ങളിലൊക്കെ ഉള്ളത്. ഓരോ മാസവും എപ്പോഴാണ് ഇത് തീരുക നമുക്കറിയണമല്ലോ. ജനുവരിയിൽ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് പോർഷൻ, +1 കംപ്ലീറ്റ് പോർഷൻ നമ്മൾ പഠിച്ച് തീരും. അത്രല്ല ജനുവരി ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ആവുന്നുണ്ട്. കാരണം ഫിസിക്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ അപ്പൊ പഠിക്കുന്നുള്ളൂ, കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ, ബയോളജിയിലോ മാത്സ് ഇതില് 2 ചാപ്റ്ററുകൾ വെച്ചാണ്. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചാപ്റ്റേഴ്സ് തീർന്ന് കൂളാകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവര് ചിലപ്പോൾ ഡൗട്ട് വരും, സാർ അപ്പൊ ഇതും ബോർഡ് എക്സാം പ്രിപ്പറേഷൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? മക്കളെ, ഒരു പ്രശ്നമില്ല. കാരണം ബോർഡ് എക്സാമിനാണെങ്കിലും എൻട്രൻസിനാണെങ്കിലും നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്ന NCERT ആണ്. എക്സാക്ട്ലി. മാത്രമല്ല ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത് തന്നെ ഇപ്പം ക്ലാസ്സുകൾ CBSE-ക്കും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ക്ലാസ്സസ് ആണ്. അപ്പൊ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ എൻട്രൻസ് ഓൺലി ക്വസ്റ്റ്യൻസ് അല്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നു. ബോർഡ് എക്സാമിന് ഡെറിവേഷൻ ചോദിക്കുമെങ്കിൽ അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കാണുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് വരുന്ന എൻട്രൻസിന്റെ ചോദ്യങ്ങൾ കാണുന്നു. അപ്പൊ ശരിക്കും ഇപ്പൊ ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബോർഡ് എക്സാമും സെറ്റാണ്, എൻട്രൻസും സെറ്റാണ്. സോ ഓൺലി ഒറ്റ ക്ലാസ് മതി നിങ്ങൾക്ക് ഇത് രണ്ടും നേടിയെടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഒരുപാട് ആഡ് ഓൺസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ JEE ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബയോളജിന്റെ ക്ലാസ് കിട്ടാൻ നിങ്ങൾക്ക് അഗ്നി ബാച്ച് ആഡ് ഓൺ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നീറ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മാത്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് അഗ്നി ബാച്ചിൽ കിട്ടും, എല്ലാ ക്ലാസ്സുകളും. അപ്പൊ എന്തായാലും ജനുവരിയിൽ നമ്മുടെ ഇതൊക്കെ കഴിയും. അതിനുശേഷം നമുക്ക് നമ്മുടെ എക്സാമുകളും റിവിഷനും ഒക്കെയാണ് ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെ ഉള്ളത്.
മാത്രമല്ല മാർച്ചില് അപ്പോഴേക്ക് നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് +2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഏപ്രിൽ ഓൺവേർഡ്സ് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചുകൾ ആരംഭിക്കും. അപ്പൊ കിങ്സ് ആണ് 11th വരുന്ന രാജാക്കന്മാര്. കിങ്സ് 11 എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിന്റെ പേര് എന്ന് പറയുന്നത്. അതെ, +2 എത്തുമ്പോഴാണ് നിങ്ങൾ സൂപ്പർ കിങ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഡെയിലി ടൈം ടേബിൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ആദ്യത്തെ 2 ദിവസം മൺഡേ ട്യൂസ്ഡേ കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് വെനസ്ഡേ തേഴ്സ്ഡേ ബയോളജി ആണ്. അതിപ്പോ നീറ്റുകാർക്ക്, ജയിക്കാരാണെങ്കിൽ അവിടെ മാത്സ് ആയിരിക്കും അല്ലെ. സൺഡേസിൽ നോർമലി ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ക്ലാസ്സസോ അഡീഷണൽ സപ്പോർട്ടോ വേണമെങ്കിൽ മാത്രമേ സൺഡേ ഉണ്ടാവുള്ളൂ. നോർമലി സൺഡേസിലൊന്നും ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, വല്ല ഇതും ഉണ്ടാവില്ല. നമുക്ക് എക്സാമുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും സൺഡേസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്റ്റേറ്റിന്റെയും CBSEന്റെയും ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിരിക്കും. രണ്ട് രീതിയിൽ തന്നെ, അതായത് നമുക്ക് ബോർഡ് എക്സാമും കൂടി ഫോക്കസ് ചെയ്യേണ്ടതുകൊണ്ട് ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോവുക. ജെയുടെ ടൈം ടേബിൾ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് എന്ന രീതിയിൽ ക്ലാസ്സുകൾ പോകും. സോ ബോർഡ് എക്സാം ട്യൂഷനും പ്രാക്ടിക്കൽസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഗ്നി ബാച്ച് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ശരിക്കും അതായത് ഇതൊരു സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആഡ് ഓൺ കോഴ്സുകളായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ മെയ് 15 നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ക്ലാസ്സസിന്റെ പേടിക്കണ്ട, ബേസിക്സ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രീം ലാബ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ നീറ്റ് ആയാലും JEE ആയാലും സ്റ്റേറ്റ് ആയാലും CBSE ആയാലും നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്ന സൈലാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏത് സാധാരണക്കാരന്റെ മക്കൾക്കും ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇതൊരു 1 ഇയറിലേക്ക് വരുന്നതാണ്. അപ്പൊ ശരിക്കും പെർ മന്തിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. സോ എഡ്യൂക്കേഷൻ ഇത്രയും ഫീസിബിൾ ആയിട്ട് നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടാനില്ല. അപ്പൊ ഒരു വർഷത്തെ ഈ നീണ്ട കോഴ്സിന് മാക്സിമം എക്സാംസ് തരുന്ന ഈ കോഴ്സിലേക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 11,682 rupees ആണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഇതില് മെറ്റീരിയൽസ് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് എടുക്കാം. മെറ്റീരിയൽസ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതായത് 3 മെറ്റീരിയൽ ആണ്, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും. നീറ്റിനാണെങ്കിൽ അല്ലെങ്കിൽ JEE ആണെങ്കിൽ മാത്സ് അവിടെ വരും. ആ 3 മെറ്റീരിയലും കൂടെ വരുമ്പോ ഒരു 3,000 rupees കൂടെ അധികം വരും. ഏറ്റവും വലിയ അട്രാക്ഷൻ ഈസ് മൈൻഡ് മാപ്പ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്ത് അല്ലെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിൽ ഔട്ട്ലുക്ക് ആയി സം ബേസിക് കോൺസെപ്റ്റ്സ് എടുക്കുമ്പോഴേക്ക് ഇതൊക്കെയാണ് കണ്ടന്റ്. അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല. ആക്ച്വലി കാര്യമായിട്ട് ഇത്രേ കണ്ടന്റ് ഉള്ളൂ. കാര്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രേ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ഇതേ കോണ്ടന്റ് നിങ്ങൾ NCERT മുഴുവൻ ഇരുന്ന് വായിക്കാൻ നിന്നാൽ അതൊരു ഫൈനൽ റിവിഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മൈൻഡ് മാപ്പിന് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭയങ്കര കളർഫുൾ ആയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അത് നിങ്ങൾ നീറ്റ് ചാനലൊക്കെ ഉള്ള കുട്ടികളുടെ ഇന്റർവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും പറയാറുണ്ട് അവരുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മൈൻഡ് മാപ്സ് തന്നെയാണ്. ഇത് നമ്മുടെ JEയുടെ മെറ്റീരിയൽസ് ആണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ മൈൻഡ് മാപ്പിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകളും കോൺസെപ്റ്റ് ക്ലാരിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കോൺസെപ്റ്റ്സും ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും വരുന്ന മെറ്റീരിയൽസ് നമുക്ക് സെപ്പറേറ്റ് ബുക്ക് ആയിട്ട് മെറ്റീരിയൽസ് ഉണ്ട്. നീറ്റിന്റെ മെറ്റീരിയൽസ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഓരോന്നിന്റെയും തിയറി പാർട്ടുകൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ മെറ്റീരിയൽസ് അടക്കമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 14,682 ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കോഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ ക്ലാസും അതോടൊപ്പം തന്നെ അത്രയും ഫീച്ചേഴ്സും ഉള്ള ഈ ഒരു ബാച്ച് ആണ് നിങ്ങൾക്ക് 14,682 എന്ന് പറയുന്ന ഒരു ഫീസിൽ ഒരു വർഷത്തേക്ക് മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എക്സ്പേർട്സ് തയ്യാറാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്കാണ്. എല്ലാ ഇൻക്ലൂഡിംഗ് മൈൻഡ് മാപ്പ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിലുണ്ട്. അതിന്റെ സൊല്യൂഷൻസ് ഒക്കെയുള്ള ബുക്കുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതും ക്ലാസും ലൈവ് ക്ലാസും റെക്കോർഡഡ് ക്ലാസും ഈ മെറ്റീരിയലും മൈൻഡ് മാപ്പും പിന്നെ നമ്മുടെ എക്സാം ഇതെല്ലാം വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. മാത്രമല്ല ഇതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി ബോർഡ് എക്സാമിന്റെ മാർക്ക് കൂടും. കാരണം എപ്പോഴും ചിലപ്പോൾ ഡൗട്ട് ആയോ ഞാൻ എൻട്രൻസ് വേറെയാണ് ബോർഡ് എക്സാം വേറെയാണ് എന്നുള്ള കൺഫ്യൂഷൻ ഡൗട്ടും വേണ്ട. നിങ്ങൾ എൻട്രൻസിന് വേണ്ടി കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ മാർക്ക് ഓട്ടോമാറ്റിക്കലി കൊടുക്കും. കാരണം ഈ കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് അവിടെ ചോദ്യമായിട്ട് വരുന്നത്. എക്സാക്ട്ലി. സോ ഇങ്ങനെ നിങ്ങളുടെ കരിയർ സുരക്ഷിതമാക്കാൻ അല്ലെങ്കിൽ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവർ വെയിറ്റ് ചെയ്യേണ്ട. ഇമ്മീഡിയറ്റ്ലി ഗ്രാബ് യുവർ ഫോൺ ആൻഡ് കോൾ ടു ദിസ് നമ്പർ. ഓക്കെ, 6009100 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ സീറ്റുകൾ ഇമ്മീഡിയറ്റ്ലി ഉറപ്പാക്കാം. എനിവേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരെ ഹാപ്പി അടിച്ചു പൊളിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. എക്സാമുകൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം.